ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഷാഹിദ, വയസ്സ് 28. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു. വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. പാസീവ് ഇൻകം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും പിന്നെ സൂപ്പർവൈസർ എന്ന പദവിയിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളതൊക്കെ ഇന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അൻസാർക്ക ക്ലാസ് എടുത്തു തന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതേപോലെ അനീഷ് ബ്രോയുടെയും നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ നല്ല ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അതിന് നല്ലൊരു ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്കതിന് മറുപടി പറഞ്ഞു തന്ന് നല്ലൊരു വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു താങ്ക് യു അൻസാർക്ക, താങ്ക് യു അനീഷ് ബ്രോ, താങ്ക് യു കോച്ച്. ഗുഡ് ഈവനിങ്. ദിൽജിത്താണ്, വയസ്സ് 20, ലൈഫ് ലൈൻ ന്യൂട്രീഷൻ സെൻ്ററിൽ നിന്നാണ് കണക്റ്റ് ആയിരിക്കുന്നത്. 2-3 അക്കാഡമി സെമിനാർ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പ്രോഡക്റ്റ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതിൻ്റെ പ്ലാനിങ് ഒക്കെ കോച്ച് കൂടുതൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഞാൻ നോർമൽ സെക്ഷൻ പോലെയല്ല, ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു ഫീഡ്ബാക്ക് പറയാൻ പറ്റിയത്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത പിന്നീടുള്ള സൂപ്പർവൈസർ എന്നുള്ള ലെവലിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിക്കും എനിക്ക് 100% ഉറപ്പുണ്ട്. ഇനി ഇതുപോലുള്ള സെക്ഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് സക്സസ് ആവാനുള്ള പ്ലാനിങ്ങിലാണ്. അത് എനിക്ക് തന്ന കോച്ചിന് താങ്ക് യു. കൂടാതെ അൻസാർക്ക ഈ ഒരു ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇന്ന് സൂപ്പർ സെക്ഷൻ ആയിരുന്നു. പാസീവ് ഇൻകം, അതുപോലെ ബിസിനസ് എങ്ങനെ ബിൽഡ് ചെയ്യുക, അതിനെ പറ്റിയുള്ളതായിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ടൈം പോയത് അറിഞ്ഞില്ല. ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ലാഗ് ഇല്ലാതെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അൻസാർക്ക. താങ്ക് യു. ഹലോ ഓൾ, വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. കൃത്യമായിട്ട് സമയം പോയത് അഭി പറഞ്ഞ പോലെ അറിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ സക്സസ് ആവാനുള്ള ഒരു പ്ലാൻ, നമ്മൾ എങ്ങനെ വേറെ ഒന്നുമല്ല, ബിസിനസ്സിനെ കുറിച്ച് മാത്രം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കും. ഞാനത് ചെയ്തത്, അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫീഡ്ബാക്ക് പറയാൻ പറ്റിയത്. പിന്നെ രാജ് സാറ് പറഞ്ഞ അതേപോലത്തെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ, വേറെ ഒരു സീനിയർ കോച്ച് പറയണത് കേൾക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയത്, കൃത്യമായിട്ട് പറഞ്ഞു തന്നു. എനിക്ക് ഈ ഡയറക്റ്റ് സെയിൽ, അതുപോലെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ കൃത്യമായിട്ട് എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റഡ്, കൃത്യമായിട്ട് കേട്ടിരുന്നു. സക്സസ് ആവണം, അടുത്ത ലെവൽ സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് എത്തിക്കാൻ എന്നെ 100% ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഓൾ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ലൈഫിനെ കുറിച്ച് എല്ലാം പഠിക്കണം. എന്നൊക്കെ പഠിച്ച് പ്രാക്ടീസ് ആയാലാണ് ഇപ്പോൾ അതൊക്കെ നടക്കാൻ കഴിയാറില്ല. അതൊന്നും പറ്റില്ല. ഗുഡ് ഈവനിങ്. ഞാൻ വിനീത, ഞാൻ ലൈഫ് ലൈനിൽ നിന്നാണ് കണക്ട് ആയിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ക്ലാസ് തന്നെയായിരുന്നു. നമ്മളെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്, എങ്ങനെ നമ്മൾ ഇനി അടുത്ത ലെവലിലേക്ക് എത്തും എന്നുള്ളതിന് ഓരോന്നിനെ കുറിച്ചും ഓരോന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ ഉപകാരപ്രദമാവും. ഓരോ ദിവസവും ഓരോ ക്ലാസ് പറഞ്ഞു തരുമ്പോഴും നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളത്, ഇതിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയ നല്ലൊരു ക്ലാസ്സാണിത്. അപ്പോൾ ഇത് കേട്ട് ബിസിനസ്സിനെ കുറിച്ച് പഠിച്ച് നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്താനുള്ള തയ്യാറാവണം. അത് ഈ ക്ലാസ്സിലൂടെ മുന്നോട്ട് പോകും എന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ കണക്ട് ആയിട്ടുള്ളത് ആലത്തൂർ ഫിറോസ് ഖാൻ്റെ ക്ലബിൽ നിന്നാണ്. എൻ്റെ കോച്ച് ഷബീബാത്ത. ഞാൻ ഇന്നത്തെ സെക്ഷനിൽ പങ്കെടുക്കാൻ കാരണം ഷബീബാത്ത പറഞ്ഞിട്ടാണ്. ഇന്നത്തെ സെക്ഷന് നല്ല മോട്ടിവേഷനുള്ള സെക്ഷനായിരുന്നു. പിന്നെ എന്താണ് അസോസിയേറ്റീവ് എന്താണെന്നും, ഇനി
ഇനിയുള്ള ഉയർന്ന പിന്നെ സ്ഥാനങ്ങൾ എങ്ങനെയാണെന്നും പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് എങ്ങനെ തുടരണമെന്നും അതിൻ്റെ അതൊരു ബിസിനസ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് അതൊരു ബിസിനസ് രൂപത്തിൽ എങ്ങനെ ഉയർത്തണമെന്നും ഒക്കെയാണ് മനസ്സിലായിട്ടുള്ളത്. സൂപ്പർ സെക്ഷനായിരുന്നു. താങ്ക് യു. ഹലോ, മുഹമ്മദ് കൈസാണ്. അവിടുത്തെ ഹെൽത്തി ലൈഫ് ന്യൂട്രീഷൻ സെൻറ്ററിൽ നിന്നാണ് കണക്ട് ആയിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ നോൺ സൂപ്പർവൈസർ ബിലോ സൂപ്പർവൈസർ സെഷൻ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. ഇനി അങ്ങോട്ട് സൂപ്പർവൈസർ ആകാനുള്ള മെത്തേഡ്, വോളിയം പോയിന്റ്, എത്ര വോളിയം പോയിന്റ്, എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലായി. ആദ്യം അറിയായിരുന്നെങ്കിലും കൂടെ ചെറിയൊരു ഡൗട്ടുള്ളതൊക്കെ ഈ സെഷനിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനി ഇതിന് മേലേക്കുള്ള രീതിയിൽ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ തന്നെ ഉൾക്കൊള്ളിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഇനി തുടർന്നുള്ള 7 days ആ ഒരു സെഷന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് സക്സസ് ആവാനും മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും താങ്ക് യു വെരി മച്ച് സാർ. എൻ്റെ പേര് ഷബ്ന. എനിക്ക് 30 വയസ്സുണ്ട്. ഞാൻ കണക്റ്റ് ആയിട്ടുള്ളത് പുറത്തൂരിൽ നിന്നാണ്. ഇന്നത്തെ ക്ലാസ്, അൻസാർക്കൻ്റെ ക്ലാസ്, അനീസ്കൻ്റെ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ കേട്ടിരുന്ന് പോകുന്ന ഒരു ക്ലാസ്സുകളാണ് അതൊക്കെ. എല്ലാവരും അങ്ങനെ അല്ലാതല്ല. അങ്ങനെ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് പിന്നെ ഞാൻ കാണും, ഒഴിവാക്കാറില്ല. ഞാനിപ്പോൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 month ആയി. ഈ 1 month ആയി ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഞാനൊരു 62 വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 56 ആയിട്ടുണ്ട്. അപ്പം അത്രയും വെയിറ്റ് കുറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവരും പറയും എനിക്ക് ഡ്രസ്സ് ഇടാൻ പറ്റണ്, അതാണ് എല്ലാവരും പറയണത്. കൂടുതലായിട്ടും ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് പറയാനുള്ളതല്ല. ഞാൻ എന്നും നൈറ്റിൽ ഇൻഹേലർ വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങാറ്. പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ ആസ്മൻ്റെ അസുഖമുള്ള ഒരു കറയുണ്ടാവും, നമുക്ക് ശ്വാസം എടുക്കാനൊരു ബുദ്ധിമുട്ട്. അത് ഈ ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതിൻ്റെ ശേഷം ഞാൻ ഇൻഹേലേഷൻ ഞാൻ ചെയ്തിട്ടില്ല. നൈറ്റിലായാലും മോർണിംഗിലായാലും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് അതാണ്. രണ്ടാമത്തെ കാര്യമാണ് ഡ്രസ്സിൻ്റെ ഒക്കെ കാര്യം. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ വെയിറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഇടാറുണ്ട്. നമ്മളെ കോൺഫിഡൻസ്, വെയിറ്റ് ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാനിടും. പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ വലുത് തോന്നി നമുക്ക് ശരിക്കും ശ്വാസം എടുത്ത് നടക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതെനിക്ക് ഒരു 1 month ആയിട്ട് എനിക്കത് കിട്ടുന്നുണ്ട്. ഈ മാരത്തോൺ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടും ഞാൻ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു 1 month എനിക്ക് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. എന്താന്നുള്ളത് ഇൻഷാ അല്ലാഹ് നോക്കാം. പിന്നെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞത് പറയാനുള്ളത് നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. എന്താണ് നമ്മളെ ബിസിനസ്സിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞത്. ഓഡിയം പോയിന്റിനെ കുറിച്ചും പിന്നെ അടുത്ത ലെവലിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു സെക്ഷൻ വന്നത് നല്ലൊരു ഉപകാരമായി മാറിയിരുന്നു. ഇന്ന് തുടക്കം വെച്ച് തന്നെ നല്ലൊരു സെക്ഷനായി. നമ്മളെ ഓഡിയോ പോയിന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനിയുള്ള ക്ലാസ്സും ഓരോന്നോരോന്നായി നല്ലപോലെ പറഞ്ഞു തരും അൻസാർക്കാന്ന്. അങ്ങനെ അതിനുള്ള ഒരു സെക്ഷനാണ് നമ്മളെ ഇപ്പോഴത്തെ ലെവല് അടുത്ത ലെവലിലേക്ക് ആക്കി മാറ്റാൻ കഴിയും. നേർക്കും പോലെ മനസ്സിലാക്കി പഠിച്ചാൽ അതാണെന്ന് എനിക്ക് മനസ്സിലായി.